ഞാനിപ്പോൾ വന്ദന ഫ്രാൻസിസിൻ്റെ വീടല്ലേ ഇവിടെ ഉള്ളത്, അവിടേക്ക് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ സത്യത്തിൽ നമ്മുടെ ഭരണഘടനയോട് തന്നെയുള്ളൊരു വെല്ലുവിളിയായത്. വളരെ കാര്യക്ഷമമായി വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തപ്പെടുന്ന മിഷണറി പ്രവർത്തനം, ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെയുള്ള മാറ്റങ്ങൾ, അതിനൊക്കെ ഏറെ സഹായകമാകുന്ന വളരെ മനസാക്ഷിപരമായി ജോലി ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന സിസ്റ്റേഴ്സിനെയാണ് ഛത്തീസ്ഗഡിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അത് വലിയ ഒരു പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. 25 വർഷക്കാലത്തോളമായി ജോലി ചെയ്യുന്നവരാണ്. എല്ലാവിധ രേഖകളോടും കൂടിയാണ് യാത്ര ചെയ്തത്. പ്രായപൂർത്തിയായ 3 പെൺകുട്ടികൾ, അതിന് എത്രയോ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു. അവരുടെ കുടുംബവും ജീവിതവും ഒക്കെ നടത്താൻ പ്രാപ്തമാക്കി അവരെ സഹായിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള രീതികളും ചിന്തകളും ഇന്ത്യൻ സംസ്കാരത്തിന് ചേർന്നതാണോ എന്നുള്ളത് വലിയ രീതിയിൽ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഏകദേശം മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. രാജ്യസഭയിലെ ബ്രിട്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഇക്കാര്യങ്ങളിൽ അവലംബിക്കുകയും ചോദിക്കുകയും ചെയ്തു. എല്ലാവരും ഇക്കാര്യങ്ങളിൽ വലിയ ദുഃഖവും പ്രതിഷേധമൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ തീർച്ചയായിട്ടും താമസിയാതെ തന്നെ മോചനം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്താണെങ്കിലും ഒരു കളങ്കമാണത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ രാജ്യത്തെ വിശ്വസിക്കാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള അവകാശ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കത്തക്ക സാഹചര്യങ്ങളൊന്നുമല്ല രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതൊന്നും ഒരു മതത്തിനോ ജാതിക്കോ വർഗത്തിനോ ഒന്നും തടസ്സമുള്ള കാര്യങ്ങളല്ല. അവിടെ അത്തരം മതപരിവർത്തനങ്ങളോ മനുഷ്യക്കടത്തോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ട് പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇടപെടും, കേന്ദ്ര ഗവൺമെൻറ് ഇടപെടും, ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.